നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികൾക്ക് ഏവർക്കും പ്രിയങ്കരമായിട്ടുള്ള നിശാഗന്ധിയെക്കുറിച്ചിട്ടാണ് ഇന്ന് തൊടിയിലെ ചെടിയിൽ വിവരിക്കുന്നത്. പരിശുദ്ധിയുടെ പര്യായമായിട്ടാണ് നിശാഗന്ധിയെ പലരും വാഴ്ത്താറുള്ളത്. കവികളുടെയും കലാകാരന്മാരുടെയും ഒരു പ്രിയപ്പെട്ട പുഷ്പമാണിത്. നിരവധി പാട്ടുകൾ തന്നെ നിശാഗന്ധിയെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. കള്ളിമുൾ ചെടിയുടെ വിഭാഗത്തിലാണ് ഈ നിശാഗന്ധി ഉൾപ്പെടുന്നത്. കാക്ടേസിയ കുടുംബാംഗത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം എപ്പിഫൈലം ഓക്സിപെറ്റാലം എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ബ്രഹ്മകമലം എന്നാണ് നാമധേയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലും ഈ നിശാഗന്ധി വളരെ സുലഭമായി വളർന്നു വരുന്നു. ഹൈന്ദവ ഭവനങ്ങളിൽ മഹാവിഷ്ണുവിനോടുള്ള ഭക്തിയുടെ പ്രതീകമായി ഇത് നട്ടുവളർത്തുന്നത് പതിവാണ്. രാത്രിയിൽ മുഴുവൻ പുഷ്പിക്കുകയും അതുപോലെ ഹൃദ്യമായ സുഗന്ധം പരത്തുന്നതും ഈ നിശാഗന്ധിയുടെ ഒരു പ്രത്യേകതയാണ്. ഈ നിശാഗന്ധിയുടെ പുഷ്പം രാത്രി വിരിയും വരെ കണ്ടു നിൽക്കുന്നത് ആയുസ്സിൻ്റെ ദൈർഘ്യം കൂട്ടും എന്നാണ് പഴമക്കാർ പറഞ്ഞു വരാറുള്ളത്. കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ഈ ചെടിയെ അനന്തശയനം എന്ന പേരിൽ മലബാർ ഭാഗങ്ങളിൽ അറിയപ്പെടാറുണ്ട്. നീണ്ടു പരന്ന പച്ച നിറത്തോടു കൂടിയിട്ടുള്ള ഇതിൻ്റെ ഇലകൾ നിലം പറ്റി തൂങ്ങിയാണ് നിൽക്കാറുള്ളത്. ഈ ഇലകൾ വഴിയാണ് ഇതിൻ്റെ പ്രജനനം നടക്കാറുള്ളത്. അല്പം മാംസളമായിട്ടുള്ള ഇതിൻ്റെ ഇലകൾക്ക് നല്ല നീളമാണുള്ളത്. ഒരു 30 സെൻറ്റിമീറ്ററോളം നീളവും 5 മുതൽ 7 സെൻറ്റിമീറ്ററോളം വീതിയോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഇലകൾക്കുള്ളത്. മനസ്സിന് സന്തോഷവും അതുപോലെ പോസിറ്റീവ് എനർജിയും പ്രദാനം ചെയ്യുന്ന ഒരു പുഷ്പമാണ് നിശാഗന്ധി. അതുകൊണ്ട് തന്നെ ഇതിനെ അരോമ തെറാപ്പിക്ക് അധികമായി ഉപയോഗിച്ച് വരാറുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ നിശാഗന്ധി വളരെ റയറായിട്ടുള്ളൊരു ചെടിയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം അതൊരു വാജീകരണ ഔഷധമായിട്ടാണ്. അതായത് ഈ ശുക്ലവർദ്ധനത്തിനും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും ഈ നിശാഗന്ധിയുടെ പൂവ് അതിൻ്റെ ഇതിലെടുത്തിട്ട് പൊടിച്ചിട്ട് വെണ്ണയിൽ ചാറ്റി ലേശം പഞ്ചസാരയും ചേർത്ത് ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ വാജീകരണ ഉള്ളതാണത്. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം ഈ നിശാഗന്ധിയുടെ ഇല എടുത്തിട്ട് ഈ വെണ്ണയിൽ ചാലിച്ചിട്ട് ഈ ചുണ്ടിൽ പരട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗം ചെയ്യും. എന്നാൽ മറ്റുള്ള ലിപ്സ്റ്റിക്കിൻ്റെ ദോഷവശം ഉണ്ടാവില്ല. അതുപോലെ ചുണ്ട് വരളുന്നത് അത് ഇല്ലാണ്ടേക്കും.